ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ പഴയ അരിപ്പയും അതുപോലെ പ്ലാസ്റ്റിക് കവറൊക്കെ ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റർ ഐഡിയാസാണ്. അപ്പോൾ എന്തായാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അരിപ്പ കൊണ്ടാണ് ഞാനിവിടെ ഈ പ്ലാന്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കേട് വന്നൊരു അരിപ്പയാണ്, നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരുന്ന കളയാൻ വെച്ചിരുന്ന ഒരു അരിപ്പയാണിത്. പിന്നെ ഞാനിവിടെ ഇതിന് വേണ്ടി ഇതുപോലെയുള്ളൊരു PVC പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലെ ഓൾറെഡി ഹോളുള്ള PVC പൈപ്പാണ്. അപ്പോൾ ഹോളില്ലാത്ത PVC പൈപ്പാണ് കയ്യിലുള്ളതെങ്കിൽ ജസ്റ്റ് ഒരു മെറ്റൽ സ്റ്റിക്ക് ചൂടാക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ചെയ്യേണ്ടത് ഈ ഒരു അരിപ്പക്കും അതുപോലെ PVC പൈപ്പിനും പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വൈറ്റ് ഇനാമൽ പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഏത് പെയിൻറ് വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം. വാൾ പെയിൻ്റൊക്കെ ഇതിന് എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ അരിപ്പ ഫുള്ളായിട്ട് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി PVC പൈപ്പ് ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അപ്പോൾ PVC പൈപ്പ് ഞാൻ വൈറ്റ് ഇനാമൽ പെയിൻ്റ് തന്നെയാണ് അടിച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിന്. അപ്പോൾ ദാ ഇവിടെ അരിപ്പയും അതുപോലെ PVC പൈപ്പും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുറച്ച് നേരം നമുക്ക് ഡ്രൈ ആക്കാൻ വെക്കാം. ഇപ്പോൾ ദാ രണ്ടും നന്നായിട്ട് ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇനാമൽ പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഇനി ആ ഒരു പ്ലാസ്റ്റിക് കവർ ഈ അരിപ്പയിൽ നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ദാ ഞാൻ ആ കവറ് അരിപ്പയിൽ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു PVC പൈപ്പ് ഇങ്ങനെ കുത്തനെ ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൽ പോട്ടി മിക്സ് നമുക്ക് നിറച്ച് കൊടുക്കാം. ഞാനിവിടെ പോട്ടി മിക്സായിട്ട് ചാണകപ്പൊടിയും അതുപോലെ സാദാ മണ്ണും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ ഫുള്ളായിട്ടൊന്ന് നിറച്ച് കൊടുക്കാം. പിന്നെ പ്ലാസ്റ്റിക് കവറിന് ചെറുതായിട്ട് ഹോൾ ഉണ്ടാക്കുന്നത് നല്ലതാണ്. നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ അത് ഹോളിലൂടെ പൊയ്ക്കോളും. ഇപ്പോൾ അതാ ഞാൻ ഈ ഒരു ഭാഗത്ത് പോട്ടി മിക്സൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു PVC പൈപ്പിൻ്റെ ഉള്ളിലൂടെയും നമുക്ക് പോട്ടി മിക്സ് നിറക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്യാം. ഇപ്പം അരിപ്പയിലും അതുപോലെ PVC പൈപ്പിലൊക്കെ പോട്ടി മിക്സ് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ പ്ലാന്റ്സ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് ഞാൻ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി PVC പൈപ്പിൻ്റെ ഹോളുടെ ഭാഗത്തൊക്കെ പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെയുള്ളൊരു വെർട്ടിക്കൽ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ വെർട്ടിക്കൽ പ്ലാന്റ്സ് നന്നായിട്ട് വളരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അപ്പം ഈ ഒരു പ്ലാന്റ് ആ ഹോളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി, അത് നല്ല രീതിയിൽ തന്നെ അവിടെ പിടിച്ചിരുന്നോളും.
ഇപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഞാൻ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു PVC പൈപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഒരു പ്ലാന്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ആ പ്ലാന്റ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇനി ആ പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ വളർന്നു വന്നാൽ ഇതിലും ഭംഗിയുണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ആക്രിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന കുറച്ച് സാധനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാന്റർ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലെ ആവശ്യമില്ലാതെ കിടക്കുന്ന അരിപ്പയും PVC പൈപ്പൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അധികം പൈസ ചിലവില്ലാതെ തന്നെ നമ്മളുടെ ഗാർഡനെ മനോഹരമാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ എല്ലാ കമൻസുകളും അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.